അപ്പൊ എങ്ങനെയാണ് ഈ മാനേജ് ചെയ്ത് ഈ ഇത്രയും? അല്ല, ഇതില് ടിനിച്ചേട്ടനായിരുന്നു ഒരു തിരക്കില്ലാത്ത. ഞങ്ങളുടെ ലൊക്കേഷനിൽ എന്നുള്ള ആളായിരുന്നു ടിനിച്ചേട്ടൻ. നമ്മുടെ കൂടെ വേറൊരു സംഭവം പറഞ്ഞതാണ്. അതായത് ഞാൻ ഈ ടിനിച്ചേട്ടനും പിന്നെ പിഷാരടിയും ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ മമ്മൂക്ക് എന്തിനാ അവരെ കൊണ്ടുനടക്കണെന്ന്. അതായത് ടൈം പോണത് അറിയില്ല. ഇവർ രണ്ടുപേരും ലൊക്കേഷനിലുണ്ട്, എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ധ്യാൻ ചേട്ടന് വന്നിട്ടുണ്ടല്ലോ, ക്യാമിയോ റോളാണോ എന്താണ്? അല്ല, ധ്യാൻ ത്രൂ ഔട്ട് ക്യാരക്ടർ തന്നെയാണ് ധ്യാൻ. ഇതില് ഓരോ സീനിൽ വരുന്നവർക്കും ഇമ്പാക്ട് ഉള്ള ക്യാരക്ടേഴ്സ് ആണ്. അതെനിക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ട്രെയിലറിൽ ഒരു പോലീസ് യൂണിഫോമിലാണ് വരുന്നത്, പക്ഷെ താടിയുണ്ട്. എന്താണ് അതിന്റെ? അത് ഞാൻ ഭയങ്കര രക്ഷിത് ഷെട്ടി ഫാനാണ്. അപ്പൊ ആ ഒരു റെഫറൻസ് വെച്ചിട്ട് ചെയ്തത്. അല്ല, പലരും കമന്റ് ചെയ്തിരുന്നത് എന്താണ് ശബരിമല. അല്ല, അത് ഇവിടുത്തെ താൻ അന്വേഷിച്ചാൽ മതി. ഇവിടെ പോലീസുകാർക്ക് താടി വെക്കാം. പോലീസുകാർക്ക് താടി വെക്കാട്ടോ. അതൊക്കെ പണ്ടായിരുന്നു. താടി ഇല്ലാത്ത പോലീസ് ഷേവ് ചെയ്യണം അങ്ങനെ. അത് നമ്മള് നോർമൽ രീതികൾ പൊളിച്ചടക്കാന്നുള്ളതല്ല. വേറെ ഉണ്ട്, ബ്ലേഡ് അലർജിയുടെ റിപ്പോർട്ട് കൊടുക്കുന്നവർക്കും താടി വെക്കാം. ബ്ലേഡ് അലർജി. അപ്പൊ ധ്യാന്റെ ക്യാരക്ടറിൽ ബ്ലേഡ് അലർജി ഉള്ള ഒരാളാണ്. ഷേവ് ചെയ്യാൻ പറ്റൂല. ഡേറ്റ് ഇഷ്യൂ കാരണമാണ് താടി ഷേവ് ചെയ്യാത്ത. അല്ലല്ല, ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു. ഞാൻ ധ്യാന്റെ അടുത്ത് ഫസ്റ്റ് ഈ ക്യാരക്ടർ വേണ്ടി പറഞ്ഞപ്പോ ധ്യാൻ ഫസ്റ്റ് പറഞ്ഞു അയ്യോ താടി. ഞാൻ താടി വേണം, അത് അടിപൊളിയാണ്. കാരണം ഇതിൽ എനിക്ക് രക്ഷിത് ഷെട്ടിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ രക്ഷിത് ഷെട്ടിയുടെ ഒക്കെ പടം കണ്ടിട്ടില്ലേ, അവരൊക്കെ താടിയൊക്കെ വെച്ചിട്ടുള്ള പരിപാടി. പിന്നെ ഞാൻ ഇതിനെ പറ്റിയിട്ട് അന്വേഷിച്ചു. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് വെച്ചപ്പോ പറഞ്ഞു അലർജീസ് അങ്ങനെ സ്കിൻ ഡിസീസ് അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് താടി വെക്കാം, ഒരു പ്രശ്നമുണ്ട്. ഈ കേരളത്തിൽ ഇങ്ങനെ താടി വെച്ച പോലീസും വരട്ടെ. ബാലചേട്ടനെ കാണുമ്പോ ശരിക്കും അഭിനയിച്ചല്ല, ജീവിച്ചത് പോലെ ശരിക്കും കാണുമ്പേ ആ ഗെറ്റപ്പ് ആ കോട്ടൊക്കെ അല്ലേ. ഫസ്റ്റ് വിളിച്ചപ്പോ അല്ല ഒരു പടമുണ്ട് ഹീറോയായിട്ട് അതിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ വിളിച്ചില്ല. ഒരു 3 മാസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിച്ചു. ഒരു പടം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലേ, എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ. അതെ, അപ്പോൾ ഒരു ദിവസം വിളിക്കുക. 9 ദിവസം 4 പടത്തിന്റെ പൂജ വന്നേക്കുന്നുണ്ട്. ഈ കഥയും പറഞ്ഞിട്ടില്ല, ഡേറ്റും ചോദിച്ചില്ല. പൂജയ്ക്ക് വിളിച്ച്. കാരണം പൂജയ്ക്ക് പോയപ്പോൾ അറിയാണ്ട് ഞാൻ കോട്ട് ഇട്ടിട്ട് പോയി. അത് ഭയങ്കര ന്യൂസായി. അന്ന് എനിക്കറിയില്ല, ക്ലൈമാറ്റിക് കണ്ടീഷൻ വീട്ടിൽ തന്നെ ഇറങ്ങുമ്പോൾ കുറച്ച് തണുപ്പായിരുന്നു. അപ്പോൾ കോട്ട് ഇട്ട് അവിടെ ചെന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. എല്ലാവരും എന്നെ കണ്ട് ചിരിച്ചു. പക്ഷേ നമ്മുടെ ഡയറക്ടർ ഒമ്മർ മാത്രം വേറെ വിഷയമല്ല. ഇതാണ് കഥാപാത്രം. അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് നല്ല ചൂടുള്ള സമയത്ത് പൂജയ്ക്ക് പുള്ളി കോട്ട് സൂട്ടൊക്കെ എനിക്ക് കോട്ട ഊറണം. അപ്പൊ ഞാൻ ഊറാനെടുത്തൊക്കെ ഒമ്മറെ നോക്കുമ്പോ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക. ശരിയായിട്ട് അപ്പൊ പടത്ത് ഷൂട്ടിങ് വരുമ്പോ ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഒന്നുമില്ലടാ വന്നേക്ക്. ശരി, ഇത് ഡ്രസ്സൊന്നും അലോ ഒന്നും എടുത്തില്ല. അന്ന அந்த கோட் இட்டு அந்த கோட் വേറെ എന്താ ചെയിന് മോതിരം അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെ ഉണ്ടോ. ഇല്ല, എന്റെ കഥാപാത്രം നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ കഥാപാത്രം പുള്ളി വിചാരിച്ചത് ഇതിന്റെ ലോഞ്ച് 5 സ്റ്റാർ ഹോട്ടൽ സത്യം ഇൻഡോർ ആയിരിക്കും വെച്ചിട്ടാണ് വന്നത്. ഭയങ്കര ബിൽഡപ്പാ വന്നിട്ട് ഞാൻ മാത്രം വിയർത്ത്. അത് പിന്നെ ലൊക്കേഷൻ വന്നപ്പോ കഥാപാത്രം പറഞ്ഞപ്പോ ഡയലോഗ്സിന് വന്നു. അന്നം പറയുന്നത് പോലെ പറഞ്ഞു ഡയലോഗ്. ഇതെന്തുകൊണ്ട് ഇത് പറയുന്നതെന്ന് വെച്ചാൽ തമിഴ് മിക്സ് ചെയ്ത് മലയാളത്തിൽ അങ്ങനെ സംസാരിച്ചിരിക്കുന്ന ക്യാരക്ടറാണ്. പക്ഷെ ഞാൻ ഡബിങ് പോയപ്പോഴാണ് മനസ്സിലാക്കിയത് ഭയങ്കര രസകരമായിട്ടുണ്ട്. ചെറിയ പോർഷനായാലും ഗസ്റ്റ് അപ്പിയറൻസ് ആയാലും ഒരു പടത്തിലെ ഫുട്ടേജ് അല്ല, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ആ പടത്തിലെ ഏത് സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെതായിട്ട് ഒരു കഥാപാത്രത്തിൽ കൊണ്ടുവന്ന് അതൊക്കെ ഒരു എന്താ പറയുക ഒരു ഫ്രീഡം കൊടുത്ത് നിങ്ങൾ പറയുന്ന രീതിയിൽ പറഞ്ഞു എന്താ പറയുക അങ്ങനെ അഭിനയിച്ച ഒരു ക്യാരക്ടറാണ്. നന്നായി വന്നിട്ട് ബാലേട്ടിലെ ലെമൺ ടീ ബന്ധം ഇപ്പോഴുണ്ടോ? ബാലേട്ടിലെ ലെമൺ ടീ ലെമൺ അങ്ങനെയുള്ള കഥകൾ അന്ന് ശേഷം ഉണ്ടായിരുന്ന സഹായ കാര്യങ്ങൾ അങ്ങനെ അതിപ്പോഴും ഉണ്ടോ? ഈ ബാഡ് ബോസിന് ശേഷം അങ്ങനത്തെ കഥകൾ വരുമോ ഇനി? ഇതിലോ പുതിയ കഥകൾ വരുമോ? ഇല്ലില്ല, ഞാൻ അത് ഇനി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ അടുത്ത പടത്തിൽ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഇതുള്ള കഥകൾ പറയാൻ പാടില്ല എന്നുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതുകൊണ്ട് പുതിയ കഥകളൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ബെൽറ്റ് ആയിരിക്കും. ബെൽറ്റ് ആയിരിക്കും. ആ ഒരു ഡയലോഗ് കാരണം പുള്ളി അതിന് മുമ്പുള്ള ടിനിറ്റ
ഫ്യൂ മൊമെന്റ്സ് ലേറ്ററിന് അതിന് ശേഷമുള്ള ടിനിറ്റ് നമ്മുടെ ലൈഫിൽ പുള്ളി പുതിയ വീട് വെച്ച് വേറെ സ്റ്റേറ്റിലെ ചിന്ന വീടൊക്കെ വെച്ച് അതൊക്കെ ഒരു കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുന്നു. മസ്താങ് കാർ മേടിച്ച് കുറേ ഇമ്പ്രൂവ്മെന്റ് ആയി. എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. പുള്ളി പുതിയ തോക്ക് മേടിച്ചത് അത് തന്നെയാണ് പുതിയ തോക്ക് മേടിച്ചിട്ടുള്ളത്. ചില കഥാപാത്രങ്ങൾ നമ്മളിലേക്ക് എത്താൻ നേരത്ത് ഒരു അഴിച്ചുവിടുന്ന ക്യാരക്ടറൈസേഷനിലൊക്കെ അഴിച്ചുവിടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അത്തരത്തിലൊരു ഫീലിംഗ് ഈ ചിത്രത്തിന്റെ ക്യാരക്ടറൈസേഷനിലൊക്കെ അനുഭവിച്ചു? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇതൊരു ഞാൻ പറഞ്ഞ ക്യാരക്ടേഴ്സ് മൊത്തം ഈ കഥയിലെ എല്ലാവരും എന്തെങ്കിലും ബോഡി ലാംഗ്വേജിലോ സംസാരത്തിലോ രൂപത്തിലോ എന്തെങ്കിലുമൊക്കെ ഒരു ഹ്യൂമർ സൃഷ്ടിക്കാൻ ഉള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ എൻ്റെ ക്യാരക്ടറിന് പ്രത്യേകിച്ച് എൻ്റെ ക്യാരക്ടറിന് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിഫിക്കൽട്ടീസ് ഉണ്ട് ആസ് എൻ ആക്ടർ. ഒരു അഴിഞ്ഞാട്ടം കളി പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ മുമ്പ് ചിത്രങ്ങളിലൊക്കെ ഒരു എന്റർടൈൻമെന്റ് പാക്ഡ് ആയിട്ടും ഡാൻസും പാട്ടും അങ്ങനെ ഫുൾ ഓൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ കണ്ടിട്ടുള്ളൂ. അത്തരത്തിലൊരു ചിത്രമാണ്. അതെ, തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു അടിച്ചുപൊളി പടം. ഈ ആവേശം ഇറങ്ങിയ സമയത്ത് പറഞ്ഞത് ഫഹദിന്റെ രാജമാണിക്യമാണ് ആവേശം എന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ റഹ്മാനിക്കയുടെ ഒരു ചോട്ടാ മുംബൈ അങ്ങനെയൊക്കെ. ഇത് റഹ്മാൻ സാറിന്റെ ചോട്ടാ മുംബൈ. മറ്റേത് ഫഹദിന്റെ രാജമാണിക്കാണെങ്കിൽ ഇത് റഹ്മാൻ സാറിന്റെ ചോട്ടാ മുംബൈ. ഇറങ്ങിയ പടങ്ങൾക്ക് കുറെ ക്രിറ്റിസിസം നേരിട്ടു. ഇപ്പൊ ഫസ്റ്റ് ഇറങ്ങിയ പടം ഫസ്റ്റ് വീക്കില് തിയേറ്ററിൽ ആള് വരാഞ്ഞപ്പോ കരഞ്ഞിരുന്ന ഒരാളാണ്. അപ്പൊ ഇതിന്റെ അതെ അപ്പൊ ഇതിന്റെ ഒരു ടീസർ തൊട്ട് കണ്ടു തുടങ്ങിയപ്പം പേഴ്സണലി എനിക്ക് തോന്നിയത് അതിനെല്ലാം ഉള്ളൊരു മറുപടി ആയിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നതെന്നാണ്. അപ്പൊ അത്തരത്തിൽ അങ്ങനെ ഒരു വാശിപ്പുറത്ത് ചെയ്ത പടമാണോ കാണിച്ചത്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, അതായത് എനിക്ക് എല്ലാ തരം പ്രേക്ഷകർക്കും കൂടി കാണാൻ പറ്റുന്ന ഒരു ചിത്രം എടുക്കുക എന്നുള്ള എൻ്റെ ഒരു വാശിയായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ കാറ്റഗറൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട്. അപ്പൊ അതിനുള്ള ഒരു മറുപടി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ചിത്രം എടുത്തിട്ടുള്ളത്. പിന്നെ ഇതില് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ റഹ്മാൻ സാറ്, ബാബു അന്നിച്ചേട്ടൻ, പിന്നെ ശങ്കർ സാറ് എല്ലാവരും ഉണ്ട്. അപ്പൊ പഴയ ആ ഒരു എന്താ പറയാ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ ആ ഒരു വിന്റേജ് കോമ്പോനെ തിരിച്ച് ഇത് റീഫ്രഷ് ചെയ്തിട്ട് പുതിയൊരു മാക്സ് പ്രോ ആക്കിയിട്ട് കാണിച്ചതില് അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇത്രയും നമ്പർ ഓഫ് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുമ്പോൾ പ്രൊഡ്യൂസറിനെ കൺവിൻസ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് ഇവരെ കൺവിൻസ് ചെയ്തത്? അല്ല, സാറിന് ഞങ്ങൾ വന്ന് പറഞ്ഞ് അപ്പൊ ഷീലുവിന് ഫസ്റ്റ് കഥ